കെപിസിസി പ്രസിഡന്റ് വി എം സുധീരനെതിരെ ആഞ്ഞടിച്ച ബാർ ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി. വി എം സുധീരന്റെ ഭാര്യ സഹോദരി ബേബി രാധാകൃഷ്ണന് 4 ബാർ ഹോട്ടലുകളുണ്ടെന്നും 20 വർഷം വി എം സുധീരൻ ഉപയോഗിച്ചത് ബാർ ഹോട്ടൽ ഉടമയുടെ കാറാണെന്നും രാജ്കുമാർ ഉണ്ണി ആരോപിച്ചു. സ്വന്തം കുടുംബത്തിലെ മദ്യവ്യവസായവും ഉപയോഗവും നിർത്തിയിട്ടാണ് വി എം സുധീരൻ നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങേണ്ടതെന്നും രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ രാജ്കുമാർ ഉണ്ണി മാർച്ച് 30-ന് ശേഷം സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി. കെപിസിസി പ്രസിഡന്റ് വി എം സുധീരനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത്. വി എം സുധീരന്റെ സഹോദരി ബേബി രാധാകൃഷ്ണന് ചേലക്കര, ഒല്ലൂർ, തിരുവില്ലാമല, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ ബാർ ഹോട്ടലുകളുണ്ട്. സ്വന്തം കുടുംബത്തിലെ മദ്യവ്യവസായവും ഉപയോഗവുമാണ് വി എം സുധീരൻ ആദ്യം നിർത്തേണ്ടത്. പരേതനായ രാധാകൃഷ്ണന്റെ ഇപ്പോൾ അവകാശിയായ ബേബി രാധാകൃഷ്ണൻ ആരാണെന്ന് വി എം സുധീരൻ വ്യക്തമാക്കണം. കാര്യം കുടുംബത്തിലെ മദ്യവ്യവസായമോ അല്ലെങ്കിൽ മദ്യപാന ശീലവും നിർത്തിയിട്ട് പൊതുസമൂഹത്തെ നന്നാക്കുന്നതായിരിക്കും വി എം സുധീരന് നല്ലത്. 1991 മുതൽ 20 വർഷം വി എം സുധീരൻ ഉപയോഗിച്ച വെള്ള അംബാസഡർ കാർ മദ്യവ്യവസായിയുടേതാണ്. മദ്യവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വണ്ടിയല്ലേ. 20 വർഷം അദ്ദേഹം ആ ഡ്രൈവറെയും വെള്ള അംബാസഡർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഡീസലൊക്കെ അടക്കം അടിച്ചു കൊടുത്തിട്ടുള്ളത് അവരല്ലേ. എലൈറ്റ് എന്ന സ്ഥാപനത്തിന്റെ ബ്ലാങ്ക് ചെക്കുമായാണ് സുധീരൻ കുറേക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അദ്ദേഹം പിച്ച വെച്ച് നടക്കുമ്പോൾ, രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടക്കുമ്പം എലൈറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ പൈസയും മേടിച്ച് അദ്ദേഹം രാഷ്ട്രീയം കളിക്കാൻ അറിഞ്ഞത്. എലൈറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം ഏതാ? തൃശ്ശൂർ ജില്ലയിൽ എല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. വി എം സുധീരന്റേത് കപട ആദർശമാണെന്നും രാജ്കുമാർ ഉണ്ണി ആരോപിച്ചു. 4 കോൺഗ്രസ് മന്ത്രിമാർ കോഴ വാങ്ങിയെന്ന ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് തന്ത്രപരമായി ഇത്തവണയും രാജ്കുമാർ ഉണ്ണി ഒഴിഞ്ഞുമാറി. എന്നാൽ മാർച്ച് 31-ന് ശേഷം എല്ലാ മന്ത്രിമാരെയും വീട്ടിൽ പോയി കണ്ടിരുന്നു എന്ന് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.